ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മളെല്ലാവരും തന്നെ അപ്പമൊക്കെ ഉണ്ടാക്കാറുള്ളതാണ്, എന്നാൽ ചിലപ്പോഴൊക്കെ അത്ര സോഫ്റ്റായിട്ട് വരാറില്ല അല്ലേ. ഇതുപോലെ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ നമുക്ക് കിട്ടും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പത്തിന് വേണ്ടി ഞാനിവിടെ ഒരു 2 ഗ്ലാസ് പച്ചരി ഒരു 6 മണിക്കൂർ നേരം കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഇനത്തിലുള്ള ഏത് പച്ചരി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് കുതിർന്ന് വരണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവ് ഒന്ന് കുറുക്കിയെടുക്കാറുണ്ട്. ഇപ്പോൾ അരി ഞാനിവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 2 തവി മാവ് ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ. കട്ടയില്ലാതെ കുറുക്കിയെടുത്താൽ നല്ലതായിരിക്കും. ഇപ്പം മാവ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് തണുക്കുന്ന സമയത്ത് ബാക്കിയുള്ള അരിയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ആദ്യം അരച്ചെടുത്ത മാവിൻ്റെ ബാക്കി കുറച്ചുണ്ട്, അതിന് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു വെക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് ബാക്കിയുള്ള അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങയാണ്. പിന്നെ ഇതിലോട്ട് 1 തവി ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 തവി അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് ചോറ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലാത്ത ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ചെറിയ ചൂടുള്ള പഞ്ചസാര കലക്കിയ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ഒരു 5 മിനിറ്റ് പൊങ്ങാൻ വേണ്ടി വെക്കണം. അതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അപ്പമൊക്കെ നല്ലതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ അരച്ചെടുത്ത മാവിലോട്ട് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന മാവൊന്ന് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ചിലപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് മാവും അതുപോലെ ഈ കുറുക്കിയെടുത്ത മാവും കൂടി എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താലും മതി. അപ്പോഴത്തേക്ക് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു മാവ് നമുക്ക് കിട്ടും. ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കാം. ഞാനിത് രാത്രിയിലാണ് അരച്ച് വെക്കുന്നത്, അതുകൊണ്ട് രാവിലെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഒരു 8 മണിക്കൂറെങ്കിലും വേണ്ടി വരുന്നത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ. നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ മതിയാകും. ഇപ്പം രാവിലെ ആയിട്ടുണ്ട് സമയം. നമുക്കിനി പാത്രം ഒന്ന് തുറന്ന് നോക്കാം. മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. മാവിന് കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇനി പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ അപ്പം വേവിച്ചെടുക്കാം. ഇപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ട സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ഫ്രൈങ് പാനിലും വേണമെങ്കിൽ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. മാവ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ആ തവി കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതുണ്ട്, നല്ല ഹോൾസൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പാത്രം അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഇതുപോലെ നമ്മൾ ചെയ്താൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈസ്റ്റ് ചേർക്കുന്നതിന് പകരം തേങ്ങാവെള്ളം ചേർത്ത് ഈ അരി അരിച്ചാലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടാറുണ്ട്. ചിലർക്കൊന്നും ഈസ്റ്റ് ചേർക്കുന്ന അത്ര ഇഷ്ടം കാണില്ല. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ ഈസ്റ്റ് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഈസ്റ്റിൻ്റെ സ്മെല്ലൊന്നും ഈ അപ്പത്തിന് അങ്ങനെ വരത്തില്ല. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.